കർക്കിടക മാസമായതുകൊണ്ട് ഞങ്ങൾ ഒരു എള്ളുണ്ട ഉണ്ടാക്കി. അപ്പോൾ അതിനകത്ത് ചേർത്ത ചേരുവകൾ എന്തൊക്കെയായിട്ടാ? ഈന്തപ്പഴം, പിന്നെ അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, ചുക്ക്, ശർക്കര പാനിയാക്കിയത്, ഏലക്ക, പിന്നെന്തോട്ടെ ഈന്തപ്പഴം, എള്ള് പറഞ്ഞല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ. ഇതെല്ലാം കൂടി ചേർത്ത് എള്ളും ഒക്കെ ചേർത്ത് ഞങ്ങൾ നല്ല അടിപൊളി ഒരു എള്ളുണ്ട തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം ഇത് 30 ദിവസം നമുക്ക് രാവിലെയും വൈകിട്ട് ഓരോന്നും ഇത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നല്ല ഗുണം കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കർക്കിടകം തീർന്നിട്ടില്ല, വേഗം ചെയ്തോളൂ, ഇതൊന്ന് ഷെയർ ചെയ്തോളൂ. ഇത് തയ്യാറാക്കുന്ന വിധം എൻ്റെ ഹസ്ബൻഡ് പറയും കേട്ടോ, പുള്ളിക്കാരനാണ് തയ്യാറാക്കിയത്. എള്ള് കഴുകി വൃത്തിയാക്കി തോർത്തിയെടുക്കുക. അതിനുശേഷം ശർക്കര പാനിയാക്കി അത് അരിച്ചെടുക്കുക. അതിനുശേഷം അണ്ടിപ്പരിപ്പ്, ബദാം, ഈന്തപ്പഴം, ചുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ ശർക്കര പാനിയാക്കി മാറ്റി വയ്ക്കുക. അതിനുശേഷം അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, ഈന്തപ്പഴം, ഏലക്ക, ചുക്ക്, ഒരല്പം നെയ്യും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് അതിനുശേഷം അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ചെറു ചൂടോടെ ഈ പാനിയിലേക്ക് എള്ളും ഈ ബാക്കി ക്രഷ് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കി വെക്കുക. 2 നേരം ഓരോ